ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇവിടെ നല്ല കൂവലാണ് കേട്ടോ. അതിന് എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല. നമ്മളവിടെ ഒരു നേർച്ചയ്ക്ക് പോയതാണേ. നേർച്ച ഇവിടെ ഉറൂസ് എന്ന് പറയും. അപ്പോൾ നമ്മളതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. നമ്മളെ നാട്ടിലത്തെ മാതിരി ഒന്നുമല്ല മക്കളെ, കാണാൻ നല്ല രസമാണ്. നല്ല പരിപാടിയാണ് കേട്ടോ. ഫുഡിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡിൻ്റെ പരിപാടികളൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറേ സമയം ഇരുന്നപ്പോഴാണ് ഇതിങ്ങോട്ട് പുറത്തേക്ക് വന്നത്. അപ്പോൾ എന്നാൽ ഇതൊന്നൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ പിടിച്ചതാണ്. ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ വീഡിയോ പിടിച്ചിട്ടില്ല. നല്ല തിരക്കിയിരുന്നു. നല്ല ആട് ബിരിയാണി ആയിരുന്നു കേട്ടോ. വെച്ച് വിളമ്പുന്നു, കൊടുക്കുകയല്ല, കൊണ്ടുപോകുന്നല്ല. ഇവിടെ ടേബിൾ ഇട്ടുങ്ങാണ്ട് ഇവിടെ തന്നെ വിളമ്പുന്നു, കൊടുത്തേക്കാണ് ചോറ്. അവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ തലയിൽ വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത്, പുറത്തേക്ക് വന്നത്. അതൊക്കെ പൂവും എന്തൊക്കെയോ ചന്ദനവും ചന്ദനത്തിരിയും അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഓലവിടെ ഇതെല്ലാം കഴിഞ്ഞിട്ട് മാലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഈ ഭാഗം തെരുവ് കൂടെ അങ്ങനെ ചുറ്റി ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞു. അത് ചുറ്റി വരുന്ന വരെയൊന്നും നമ്മൾ നിൽക്കണില്ല കേട്ടോ. നമ്മളിതിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ പോണതും അവിടുന്ന് കൊണ്ട് ഇറങ്ങിയതും മാത്രമേ പിടിച്ചിട്ടുള്ളൂ. നല്ല രസമുണ്ട് കേൾക്കാനും കാണാനും. കാരണം മുട്ടും പാട്ടും ഒക്കെ ഉണ്ട്. ആ പാട്ടൊക്കെ നമ്മൾ ഒഴിവാക്കിയേക്കാണ് കേട്ടോ. കാരണം നമുക്ക് പറ്റൂലല്ലോ പാട്ടുകൾ, എല്ലാ പാട്ടുകളൊന്നും. ഇവിടെ ഈ സ്ഥലങ്ങളിൽ ഇവിടെ ഇങ്ങനെ യോഞ്ഞ സ്ഥലത്തേനും ടേബിൾ ഇട്ടുങ്ങാണ്ട് ചോറ് വച്ചിരുന്നത്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞങ്ങാണ്ട് ഇന്നലെ ഞങ്ങൾ ആസ്പത്രിയിൽ പോയപ്പോൾ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ട്. അപ്പോൾ അതെന്തെങ്കിലും നോക്കുക ഇറങ്ങാണ്ടേ. എന്താ 10 റുപ്യേൻ്റെയും 20 റുപ്യേൻ്റെയും ചൈനീസ് കടയാണ്. അപ്പോൾ അവിടെ ഒന്നിട്ട് കയറി. അവിടെ കയറിയേക്കുമ്പോൾ നമുക്ക് പറ്റുന്ന സൈസ് സാധനങ്ങളൊന്നുമില്ല. എന്നാലോ കളി സാധനങ്ങളും കാര്യങ്ങളും പാത്രങ്ങളും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇമ്മാതിരി കളി സാധനങ്ങൾ കൊണ്ടുപോയിട്ട് ഞമ്മക്കൊരു കാര്യമില്ലല്ലോ. കോഴിക്കൾ ഒരു തൊയിരവും തരുന്നില്ല, ചവിട്ടുമ്പൊക്കെ തിന്നാണ്ട് കോഴിയും കൊണ്ടിരിക്കുക. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ടുങ്ങാണ്ട് പോവുകയെന്ന് വിചാരിച്ചു. കാരണം ഭയങ്കര വെയിൽ, എവിടെയൊന്നും കയറി നിൽക്കാനും ഇല്ല. അപ്പോൾ എന്തെങ്കിലും സാധനം ഒന്ന് കുറച്ച് നേരം തണലിൽ നിൽക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ കയറുകയും ചെയ്തതാണ് കേട്ടോ. നമ്മൾ പിന്നെ ഇവിടുന്ന് 1-2 സാധനങ്ങൾ വാങ്ങിക്കണ്. ഒരരിപ്പി അങ്ങനെ 1-2 സാധനങ്ങൾ. ഈ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ കാണുമ്പോഴേ നമുക്ക് പെണ്ണുങ്ങൾക്ക് പിന്നെ അടുക്കളയ്ക്ക് പാത്രങ്ങൾ കണ്ടാൽ പിന്നെ ഒരു രക്ഷയില്ലല്ലോ. ചെറിയ ചെറിയ സ്പൂണുകൾ, ചെറിയ ടബ്ബകൾ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. കോഴിക്കൾ ഒരു സ്വൈരവും തരുന്നില്ല. എവിടെ പോയാലും ഓല സൗണ്ട് ഉണ്ട്. വീടിൻ്റെ മേലെ പോയാലും ഓല സൗണ്ട് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാനാ? ഓല അവിടെ അങ്ങനെ കൂവട്ടെ. നമുക്കിപ്പോൾ വോയിസ് കൊടുക്കാണ്ടെന്ന് എഴുതിയിട്ട് ഓല കുടിച്ച് കെട്ടിടാൻ പറ്റൂലല്ലോ. അപ്പോൾ ഓരോ സാധനങ്ങളും അപ്പോൾ അതിങ്ങനെ കാണുകയാണ് കേട്ടോ. വെയിലത്ത് നിൽക്കാൻ വയ്യാത്തതുകൊണ്ടൊന്ന് കുറച്ച് നേരം ഉള്ളിൽ കയറി പറഞ്ഞാണ്ട് അങ്ങനെ കയറിയതാണ്. ഗ്ലാസ്സുകൾ ഇതൊക്കെ ഒരു സൈസ് പൊട്ടുകുറ്റിൻ്റെ മാതിരി നീണ്ട പാത്രങ്ങളൊക്കെയാണ്. നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തോ ഒരു ഭംഗിയുണ്ട് ആ ചെറിയ പാത്രങ്ങൾ കാണാൻ. അതൊന്നും വാങ്ങിക്കൊണ്ട് പോയിട്ട് നമുക്കൊരു ഉപയോഗമില്ല. എനിക്ക് നല്ല ഇഷ്ടമായി, വാങ്ങാനൊക്കെ പൂതിയാണ്.
അത് ഈ ചന്ദനവും എന്നിട്ട് ആ കുങ്കുമമൊക്കെ ഇട്ടേക്കാൻ പറ്റുന്ന അങ്ങനത്തെ സൈസ് ചെറിയ ബോക്സ്. പിന്നെ ഇതൊക്കെ എന്തൊക്കെയെന്ന് അറിയില്ല കേട്ടോ, കാരണം മുള്ളും കോലും ഒക്കെ ഉള്ള തട്ടുകളാണ്. അത് ഇനി ചന്ദനത്തിരി കുത്തി വെക്കണ സൈസ് പാത്രമാണോ എന്ന് സംശയമുണ്ട്, അറിയില്ല. നോക്കണേ മുള്ള്. കോയെ കുറച്ച് നേരം മുണ്ടാതെ നിൽക്കുക കോയെ. അപ്പോൾ മക്കളെ, എന്നും പറയണ മാതിരി തന്നെ താത്താൻ്റെ കുട്ടികൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവുക, ആ അഭിപ്രായം അവിടെയാണ് കമൻറ്റ് രേഖപ്പെടുത്തിക്കൊണ്ടിട്ടോ. താത്താൻ്റെ കുട്ടികൾ അതിന് മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.